സ്റ്റുഡൻസ്, ഞാനിവിടെ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആണ് എടുക്കാൻ പോകുന്നത്. അതിൽ നമ്മളിപ്പം യൂണിറ്റ് 3-ലെ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്നുള്ള ഭാഗമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിതിലെ എടുത്ത് എന്താണ് അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവാൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് അല്ലേ. ഇവാൻ എന്താണ് ഒരു മെർച്ചൻ്റിൻ്റെ വീട്ടിലാണ് സെർവൻ്റായി നിൽക്കുകയാണ്. അപ്പോൾ ഇവാൻ ഒരു നൈറ്റിങ്ങലിൻ്റെ പാട്ട് കേട്ട് അങ്ങനെ ഇവാന് ആ നൈറ്റിങ്ങലിൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പാട്ടിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടിയിട്ട് അവന് എന്താക്കി ബേർഡിൻ്റെ ലാംഗ്വേജ് പഠിച്ചു. അങ്ങനെ ഒരു ദിവസം നൈറ്റിങ്ങലിനോട് സംസാരിച്ചപ്പോൾ നൈറ്റിങ്ങൽ ഇവനോടൊരു കാര്യം പറഞ്ഞു. അപ്പോൾ നൈറ്റിങ്ങൽ കാര്യം പറഞ്ഞപ്പോൾ ഇവന് പറഞ്ഞതിന് ശേഷം എന്താക്കി അപ്പോഴാണ് മെർച്ചൻ്റ് ഇയാളെ വിളിക്കുന്നതില്ലേ, ഇവാനെ വിളിക്കുന്നതില്ലേ. അപ്പോൾ കേട്ട് നൈറ്റിങ്ങൽ ആ കാര്യം പറഞ്ഞ് പറന്നുപോയി അല്ലേ. അപ്പോൾ ഇനി എന്താണ് നോക്കാം നമുക്ക്. എ സ്ട്രേഞ്ച് പ്രഡിക്ഷൻ. ഇനി എന്താണ് എ സ്ട്രേഞ്ച് പ്രഡിക്ഷൻ? എന്താണ് ആ പ്രവചനം? പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രവചനം അല്ലേ, അപൂർവമായ പ്രവചനം എന്താണ്? ഹു ആർ യു ടോക്കിംഗ് ടു ദ മെർച്ചന്റ് ആസ്ക്ഡ്. നീ ആരോടെ സംസാരിച്ചത്? മെർച്ചന്റ് ചോദിച്ചു അല്ലേ. ആസ്ക്ഡ് ചോദിച്ചു. ഐ വാസ് ടോക്കിംഗ് ടു എ നൈറ്റിംഗൽ. ഞാൻ നൈറ്റിംഗലിനോട് സംസാരിക്കുകയായിരുന്നു. ഇവാൻ റിപ്ലൈഡ്. ഇവാൻ പറഞ്ഞു അല്ലേ, ടോക്കിംഗ് ടു എ നൈറ്റിംഗൽ, നൈറ്റിംഗലിനോട് സംസാരിക്കുകയെ. ഹൗ ക്യാൻ യു ഡു ദാറ്റ്? അതെങ്ങനെ കഴിയും? ഐ ഹാവ് ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ക്യാൻ കഴിയും. ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ. ഹൗ ക്യാൻ യു ഡു ദാറ്റ്, എങ്ങനെ കഴിയും എന്നുള്ളതാണ് കേട്ടോ. ഐ ഹാവ് ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ഞാൻ എന്താണ് ബേർഡ്സിന്റെ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ. ഐ ഹാവ് ലേൺഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ഞാൻ ബേർഡ്സിന്റെ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട്. ദ മെർച്ചന്റ് സ്റ്റേഡ് അറ്റ് ഇവാൻ ഇൻ ഡിസ്ബിലീഫ്. അപ്പൊ മെർച്ചന്റ് എന്താക്കി അവനെ സ്റ്റേഡ് പറഞ്ഞാൽ തുറിച്ചു നോക്കി അറ്റ് ഇവാനെ, വിശ്വാസമില്ലാതെ, എന്താ ഡിസ്ബിലീഫ് അല്ലെ, വിശ്വസിക്കാൻ കഴിയാതെ മെർച്ചന്റ് എന്താക്കി അവനെ തുറിച്ചു നോക്കി അല്ലെ. വാട്ട് വേർ യു ടോക്കിംഗ് അബൌട്ട്? നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത്? ആസ്ക്ഡ് ദ മെർച്ചന്റ് ആഫ്റ്റർ എ മൊമെന്റ്. അപ്പൊ എന്താ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത്? ഈ മെർച്ചന്റ് ആസ്ക് ചോദിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ. ആഫ്റ്റർ എ മൊമെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോ അവൻ ചോദിച്ചു, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത്? ഇവാൻ വാസ് വെറീഡ്. അപ്പൊ ഇവാൻ എന്താക്കി വെറീഡായി, എന്താണ് അസ്വസ്ഥനായി. ഹി സ്പോക്ക് ഇൻ എ ബ്രോക്കൺ വോയിസ്. അപ്പൊ എന്താ അവനെ ആ കാര്യം പറയാൻ എനിക്കൊരു മടി. അപ്പൊ എന്താ അസ്വസ്ഥനായ ശേഷം ഇവൻ എന്താക്കി പറയണല്ലോ. അപ്പൊ ഇവൻ എന്താക്കി ഇങ്ങനെ ഇവന്റെ ഒരു വിക്കി സംസാരിച്ചു. അവന് വിക്കൊന്നുമില്ല, പക്ഷെ അസ്വസ്ഥനായിട്ട് അങ്ങനെ പറഞ്ഞാണ് അല്ലെ. സ്പോക്ക് ഇൻ എ ബ്രോക്കൺ വോയിസ്. ദ നൈറ്റിംഗൽ സെഡ് ദാറ്റ് ഐ വുഡ് ബിക്കം എ കിങ് ആൻഡ് യു വുഡ് ബിക്കം മൈ സെർവന്റ്. നൈറ്റിംഗൽ പറഞ്ഞത് ഞാൻ എന്താക്കും, ഞാൻ രാജാവാകും, നിങ്ങൾ എന്റെ സെർവന്റ് ആവും എന്നാണ് പറഞ്ഞറിഞ്ഞില്ലേ. ഡു യു തിങ്ക് ദ മെർച്ചന്റ് വിൽ ലൈക്ക് വാട്ട് ദ ബേർഡ് സെഡ്? ഈ ബേർഡ് പറഞ്ഞത് എന്താന്നുള്ളത് ഈ മെർച്ചന്റിന് ഇഷ്ടപ്പെടുമോ? എന്താ നിങ്ങൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇഷ്ടപ്പെടുവോ? വിൽ ദ മെർച്ചന്റ് ബി ദ ആംഗ്രി? മെർച്ചന്റ് ആംഗ്രി എന്ന ദേഷ്യം. മെർച്ചന്റ് ദേഷ്യപ്പെടുമോ? വാട്ട് വിൽ ഹി ഡു? അവൻ എന്ത് ചെയ്യും? ഇൻ ടു ദ ഡീപ് സീ. ഇനി എന്താണ് ഡീപ് സീ? എന്താണ് ഇനി സീ എന്ന് പറഞ്ഞാൽ അറിയാലോ, കടൽ അല്ലെ. കടലിന്റെ ആയത്തിലേക്ക് അല്ലെ. ദ മെർച്ചന്റ് വാസ് വെറീഡ് ആൻഡ് റിമൈൻഡ് സ്ലീപ്ലെസ് ഫോർ വീക്സ്. ദ മെർച്ചന്റ് എന്താക്കി അസ്വസ്ഥനായില്ലേ കേട്ടപ്പോ. എന്നിട്ട് എന്താക്കി അയാൾക്ക് ആഴ്ചകളോളം ഉറക്കല്ലാതെ അല്ലെ, അയാൾക്ക് ഉറക്കല്ലാതായി അല്ലെ കേട്ടപ്പോ. വൺ നൈറ്റ് ദ മെർച്ചന്റ് ഗേവ് ഇവാൻ എ ഡ്രിങ്ക് ടു മേക്ക് ഹിം ഡ്രൗസി. ഒരു രാത്രി എന്താക്കി മെർച്ചന്റ് എന്താ ഇവാന് ഒരു എന്തോന്ന് കുടിക്കാൻ കൊടുത്തു അല്ലെ. ടു മേക്ക് ഹിം, അവനെന്താക്കി ഡ്രൗസി, അവനെ ഉറക്കാൻ വേണ്ടിട്ട് എന്തോന്ന് കുടിക്കാൻ കൊടുത്തു അല്ലെ. വെൻ ഇവാൻ ഹാഡ് ഫാളൻ എസ്ലീപ്പ്, എന്താ ഈ ഇവാൻ എന്താക്കി ഉറങ്ങി അല്ലെ. അവൻ ഉറങ്ങിയപ്പോൾ ദ മെർച്ചന്റ് ലേഡ് ഹിം ഓൺ എ ബോട്ട്. മെർച്ചന്റ് എന്താക്കി അവനെ ഒരു ബോട്ട് കൊണ്ട് കിടത്തി. ഹി സ്പ്രെഡ് ദ വൈറ്റ് സെയിൽസ് ആൻഡ് പുഷ്ഡ് ദ ബോട്ട് ഇൻ ടു ദ ഓപ്പൺ സീ. അവൻ എന്താക്കി ആ മെർച്ചന്റ് എന്താക്കി ആ ബോട്ടിന്റെ അവിടെയുള്ള വൈറ്റ് ഇതില്ല സ്പ്രെഡ് ചെയ്തു അല്ലെ. ഈ ബോട്ടിന്റെ ഇവിടെ ഈ തുണി ഉണ്ടാവും അല്ലെ, ആ തുണി ഉയർത്തി ആ കാറ്റത്ത് ഇങ്ങനെ പോകും. അങ്ങോട്ട് എന്താക്കി സ്പ്രെഡ് ചെയ്തിട്ട് എന്താക്കി ബോട്ടിനങ്ങോട്ട് സീലേക്ക് അങ്ങോട്ട് തള്ളി വിട്ടു. വാട്ട് വുഡ് ഹാപ്പൻ ടു ഇവാൻ? ഇനി എന്തായിരിക്കും ഇവാന് സംഭവിക്കുക? മെസ്സേജ് ഫ്രം ദ ക്രെയിൻസ്. ഇനി എന്താണ് ക്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ക്രെയിൻ എന്താ ക്രെയിൻ എന്താണ് കുട്ടികളെ? കൊക്കുകളില്ലേ, കൊക്ക് പക്ഷി അല്ലേ, അതാണ് കേട്ടോ. അപ്പൊ അതിൽ നിന്നുള്ള മെസ്സേജ് എന്താന്നുള്ളത് നോക്കാം. ഫോർ എ ലോങ് ടൈം, കുറെ കഴിഞ്ഞപ്പോൾ ദ ബോട്ട് മൂവ്ഡ് അബൌട്ട് ഓൺ ദ വേവ് ആൻഡ് ഫൈനലി ഹിറ്റ് എ ലാർജ് ഷിപ്പ്. കുറെ നേരം കഴിഞ്ഞപ്പോ ബോട്ട് ഇങ്ങനെ മൂവ് ചെയ്തു അല്ലെ, വേവിലൂടെ. വേവ് എന്ന് പറഞ്ഞാൽ എന്താ, തിരമാലയിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് ഫൈനലി എന്താക്കി ഹിറ്റ് എ ലാർജ് ഷിപ്പ്. ഒരു വലിയ ഷിപ്പിന്റെ അവിടെ വലിയ ഷിപ്പുമ്മ കൊണ്ട് ഹിറ്റ് ചെയ്തു, ഇടിച്ചു. ദ ക്രൂ ഓൺ ദ ഷിപ്പ് സോ ഇവാൻ ആൻഡ് ഫെൽറ്റ് പിറ്റി ഫോർ ഹിം. അപ്പൊ എന്താക്കി ഷിപ്പിലുള്ള ആൾക്കാരെന്താക്കി, അതിലുള്ള ജോലിക്കാരെന്താക്കി ഇവാനെ
കണ്ടു. സോ SAW സോ പറഞ്ഞാൽ കണ്ടു. ആൻഡ് ഫെൽറ്റ് പിറ്റി ഫോർ ഹിം എന്താക്കി അവന് എന്താ സങ്കടം തോന്നി അല്ലെ, അവനോട് സങ്കടം തോന്നി. ദേ ടുക്ക് ഹിം ഇൻ ടു ദ ഷിപ്പ് അവരെന്താക്കി അവനെ ഷിപ്പിലേക്ക് കയറ്റി അല്ലെ, ഷിപ്പിലേക്ക് എടുത്തു. സ്റ്റാൻഡിങ് ഓൺ ദ ഡെക്ക് ഇവാൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ അപ്പൊ സ്റ്റാൻഡിങ് ഓൺ ദ അവിടെ ഉള്ളതിൽ നിൽക്കുകയാണല്ലേ അവന്. അപ്പൊ എന്താണ് സ്കൈയിലേക്ക് ഒന്ന് നോക്കി അല്ലെ. ഹൈ വെരി ഹൈ അപ്പ് ഇൻ ദ സ്കൈ എന്താണ് ഉയരത്തില് മുകളിൽ എന്താണ് സ്കൈന്റെ അവിടെ എന്താണ് മുകളിലായിട്ട് ഇവാൻ സോ സം ക്രെയിൻസ് ഇവാൻ എന്താക്കി കുറച്ച് ക്രെയിൻസിനെ കണ്ടു, കുറച്ച് കൊക്കുകളെ കണ്ടു അല്ലെ. ദ ക്രെയിൻസ് വേർ പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം എന്താണ് ക്രെയിൻസ് എന്താണ് പ്രവചിച്ച് ഒരു സ്റ്റോം അല്ലെ, ഒരു കൊടുങ്കാറ്റ് വരുന്നാണ് പ്രവചിക്കുന്നത് അല്ലെ. ഹി സെഡ് ടു ദ സെയിലേഴ്സ് അപ്പൊ അവൻ എന്താക്കി സെയിലേഴ്സിനോട് പറഞ്ഞു, ആ ഷിപ്പിലുള്ള ആൾക്കാരോട് പറഞ്ഞു, ബി കെയർഫുൾ ഐ ഹിയർ ദ ബേർഡ്സ് പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം അപ്പൊ എന്താ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കൂ എന്താണ് ബി കെയർഫുൾ ശ്രദ്ധിക്കുക എന്താണ് ഐ ഹിയർ ദ ബേർഡ്സ് പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം എന്താ ബേർഡ്സുകളൊക്കെ പ്രവചിക്കുന്നുണ്ട് എന്ത് സ്റ്റോം വലിയ കൊടുങ്കാറ്റ് വരുന്നുള്ളത്. ലെറ്റ് us എൻ്റർ എ ഹാർബർ ഓർ വി വിൽ ബി ഇൻ ഡേഞ്ചർ എന്താ നമ്മൾ എന്തെങ്കിലും ഹാർബറിൽ കയറണം, ഏതെങ്കിലും ഒരു എന്താണ് കരയിൽ അടുപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഡേഞ്ചറിലാവും, നമ്മൾ അപകടത്തിലാവും എന്ന് പറഞ്ഞു അല്ലെ. യു സില്ലി ബോയ് കീപ് ക്വയറ്റ് ഈ എന്താ സില്ലി ബോയ് മിണ്ടായിരിക്കുകയായിരുന്നു അല്ലെ. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് സെഡ് ഷിപ്പിന്റെ ക്യാപ്റ്റനോട് പറഞ്ഞു അല്ലെ. ബട്ട് ഇവാൻ റിക്വസ്റ്റഡ് ഹിം അഗെയിൻ ആൻഡ് അഗെയിൻ പക്ഷെ ഇവാൻ എന്താക്കി അയാളെ കൊണ്ട് പിന്നെയും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു അല്ലെ, പിന്നെയും അഭ്യർത്ഥിച്ചു. വൈ ഡിഡ് ദ ക്യാപ്റ്റൻ ലിസൺ ടു ഇവാൻസ് ഈ വേർഡ്സ് എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും ക്യാപ്റ്റന് ഇവന്റെ വാക്കുകൾ ശ്രദ്ധിക്കാതെ നിന്നത്, അവൻ ചെറിയ കുട്ടിയായിരിക്കും എന്തായിരിക്കും നിങ്ങൾ പറ. വിൽ ദ സ്റ്റോം ബ്രേക്ക് ഔട്ട് വൈ എന്താ സ്റ്റോം വരുവോ എന്തുകൊണ്ട്. ദ സ്റ്റോം എന്താണ് ദ സ്റ്റോം ആണിഞ്ഞ് എന്താണ് സ്റ്റോം എന്ന് പറഞ്ഞാല് കൊടുങ്കാറ്റും മഴയും എല്ലാം ഉള്ള അല്ലെ. അറ്റ് ലാസ്റ്റ് ദ ക്യാപ്റ്റൻ സ്റ്റീർഡ് ദ ഷിപ്പ് ടു ദ ഷോർ ആൻഡ് ആങ്കേർഡ് ഇറ്റ് എന്താക്കി ലാസ്റ്റ് ഇവൻ പറഞ്ഞപ്പോ എന്താക്കി ക്യാപ്റ്റൻ എന്താക്കി ഷിപ്പിനെ ഷോറിലേക്ക് അടുപ്പിച്ചു അല്ലെ, കരയിലേക്ക് അടുപ്പിച്ചിട്ട് അവിടെ നങ്കൂരിട്ട്. വിത്തിൻ എ ഷോർട്ട് ടൈമിനുള്ളിൽ തന്നെ സ്റ്റോം ബ്രോക്ക് ഔട്ട് പെട്ടെന്ന് എന്താക്കി സ്റ്റോം കൊടുങ്കാറ്റായിട്ട് വന്നു അല്ലെ. ഹ്യൂജ് വേവ്സ് റോസ് അപ്പ് ടു ദ സ്കൈ എന്താ വലിയ വേവ്സ് വലിയ തിരമാലകൾ എന്താക്കി കടലിന്റെ അത്രയും ഉയരത്തിലൊക്കെ വന്നു അല്ലെ. ദ വിൻഡ് റോഡ് ഭയങ്കര ഒച്ച അല്ലെ. ദ സേ ഹ്യൂജ് വേവ്സ് ബ്രേക്കിംഗ് മെനി ഷിപ്സ് സെയിലിംഗ് ഇൻ ദ സീ അല്ലെ. എന്താണ് അവര് കണ്ടെന്ത് വലിയ കടൽ തിരമാലകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ കടലിലൂടെ സെയിൽ ചെയ്യുന്ന ഷിപ്പുകൾ ഉണ്ടായില്ലേ, കടലിലൂടെ പോകുന്ന ഷിപ്പുകളെ ഒക്കെ എന്താക്കണ എന്താണ് പൊട്ടിക്കുന്നുണ്ട്, അതായത് തകർക്കുന്നുണ്ട് അല്ലെ. യു സേവ്ഡ് അവർ ലൈവ്സ് ദ ക്യാപ്റ്റൻ താങ്ക്ഡ് ഇവാൻ നീ എന്താണ് ഞങ്ങളെ ജീവൻ രക്ഷിച്ചു. ക്യാപ്റ്റൻ എന്താക്കി ഇവാനോട് താങ്ക്സ് പറഞ്ഞു, നന്ദി പറഞ്ഞു അല്ലെ. ദ സ്റ്റോം ഡിസ്ട്രോയ്ഡ് മെനി ഷിപ്സ് സെയിലിംഗ് ഇൻ ദ സീ എന്താണ് ഈ സ്റ്റോം എന്താക്കി മെനി ഷിപ്സ് ഈ സെയിലിംഗ് ഇൻ ദ സീ സീല് പോകുന്ന സീലിങ്ങനെ സെയിൽ ചെയ്യുന്ന കുറെ ഷിപ്സിനെ ഡിസ്ട്രോയ് നശിപ്പിച്ചു അല്ലെ. ഹൗ ഡസ് എ സ്റ്റോം എഫക്ട് എ ഷോർ അപ്പൊ എങ്ങനെയായിരിക്കും ഈ ഷോറിൽ തീരത്ത് എഫക്ട് ചെയ്യുക, ആ സ്റ്റോം എങ്ങനെയാണ് തീരത്തെ എഫക്ട് ചെയ്യുക, ആ കൊടുങ്കാറ്റ് തീരത്തെ എഫക്ട് ചെയ്യുമോ എന്താണ്. ഇനി ദ നോയ്സി ബേർഡ്സ് എന്താണ് സൗണ്ട് ഉണ്ടാക്കുക അല്ലെ ബേർഡ്സ്. ദ കിങ് ഓഫ് ദ കൺട്രി വാസ് വെരി മച്ച് അനോയിഡ് എന്താണ് ഈ രാജ്യത്തെ ഈ രാജാവ് എന്താ ഭയങ്കര അനോയിഡിലാണ് നിൽക്കുന്നത്. എന്താണ് അനോയിഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ദ കിങ് ഓഫ് കൺട്രി ഈ രാജ്യത്തെ രാജാവ് എന്താണ് ഭയങ്കര അനോയിഡിൽ നിൽക്കുകയാണ്. അനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ അലോസരപ്പെടുക അല്ലെ, ഭയങ്കര അലോസരമായിട്ട് നിൽക്കുകയാണ്, ഭയങ്കര ടെൻഷനിലായി നിൽക്കുകയാണ് അല്ലെ. മെനി ക്രോസ് പേഴ്സ്ഡ് ഓൺ ദ വിൻഡോസ് walls and roof of the palace and even on the trees nearby എന്താണ് അവിടെ കുറെ ക്രോസ് കാക്കകൾ എന്താക്കുന്നുണ്ട് അവരെ വിൻഡോസിലും പിന്നെ പറഞ്ഞാൽ ജനലിലും വാൾസ് ചുമരിലും പിന്നെ റൂഫ് ഓഫ് ദ പാലസിന്റെ റൂഫിലും ഒക്കെ എന്താണ് ഈവൻ ഓൺ ദ ട്രീസ് നിയർ ബൈ അടുത്തുള്ള മരത്തിൽ വരെ ഈ ക്രോസ് കുറെ കൂടി ഇങ്ങനെ ഇതായി നിൽക്കുകയാണ് അല്ലെ. എന്താണ് ഈ ബേർഡ്സുകളൊക്കെ ചെയ്യുന്നത് എന്താണ് പെർച്ച്ഡ് എന്ന് പറഞ്ഞാൽ പെർച്ച് ചെയ്ത് നിൽക്കുകയാണ് അല്ലെ. എന്താണ് പെർച്ച്ഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ പെർച്ച് എന്താണ് പെർച്ച്ഡ് പറഞ്ഞാല് അവര് ഉയർന്നു നിൽക്കുന്ന ചേക്കേറി ഇരിക്കുകയാണ് അല്ലെ. ഈ എല്ലായിടത്തും വന്ന് ഇരിക്കുകയാണ്, ചേക്കേറി നിൽക്കുകയാണ് അല്ലെ. നോ വൺ ന്യൂ ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ദം എന്താണ് അവർക്ക് ആർക്കും അറിയില്ല എങ്ങനെയാണ് ഇതിറ്റിങ്ങളൊക്കെ വന്ന് നിൽക്കുന്നത് എന്തിനാന്ന് അവർക്ക് അറിയില്ല. ഇവാൻ വെന്റ് ടു ദ പാലസ് ഇവാൻ എന്താക്കി പാലസിലേക്ക് വന്നു. യുവർ മാജസ്റ്റി എന്താണ് രാജാവെ വിളിക്കുക അല്ലെ. ഐ വിൽ ഗെറ്റ് റിഡ് ഓഫ് ദ ക്രോസ് ഇവാൻ സെഡ് ഞാൻ എന്താക്കാം അവരെ ഓടിക്കാം, ഞാൻ അവരെ ഒഴിവാക്കാന്ന് പറഞ്ഞില്ലേ.
ഇഫ് യു ക്യാൻ ഡു ദാറ്റ്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ യു ക്യാൻ മാരി മൈ ഡോട്ടർ, എന്താണ് നിനക്കത് കഴിയുകയാണെങ്കിൽ എൻ്റെ മോളെ ഞാൻ കല്യാണം കഴിപ്പിച്ചു തരും എന്ന് പറയും, നിനക്ക് എൻ്റെ മോളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞില്ലേ. ദ കിങ് സെഡ്, കിങ് പറഞ്ഞു. ഇവാൻ ആസ്ക്ഡ് ദ സെർവൻസ് ടു ഓപ്പൺ ദ വിൻഡോസ്, ഇവാൻ എന്താക്കി സർവൻസിനോട് പറഞ്ഞു എന്ത്, ഈ വിൻഡോസ് തുറക്കാൻ, ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു അല്ലെ, ജനൽ തുറക്കാൻ. ഹി ലിസൺ ടു ക്രോസ് ഫോർ എ വൈൽ, അപ്പൊ എന്താക്കി ഇവാൻ എന്താക്കി ഈ ക്രോസിനെയൊക്കെ കാക്കകളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അല്ലെ, കുറച്ചു നേരം ശ്രദ്ധിച്ചു. Then he went to the king again, എന്നിട്ട് എന്താക്കി രാജാവിന്റെ അടുത്തേക്ക് ഒന്നും കൂടി പോയി. എന്താ പോയത്, how will Ivan get rid of the cross, എങ്ങനെയായിരിക്കും ഈ ഇവാന് ക്രോസിനെ അവിടുന്ന് എന്താണ് ഒഴിവാക്കുക, എങ്ങനെയായിരിക്കും ഒഴിവാക്കുക, അതാണ് ചോദ്യം. എങ്ങനെയായിരിക്കും ഒഴിവാക്കുക. പിന്നെ അടുത്തത് എന്താണ്, വാട്ട് വിൽ ദ ഇല്ലാതാക്കി എങ്ങനെയാണല്ലേ, വാട്ട് വിൽ ദ ക്രോസ് സേ ടു ഇവാൻ, എന്തായിരിക്കും ഈ കാക്കകൾ ഇവാനോട് പറയുക, എന്തായിരിക്കും നോക്കാം നമുക്ക്. ഹോംലെസ് ബേർഡ്സ്, ഇനി എന്താണ് ബേർഡ്സിന്റെ ഹോംലെസ്, എന്താണ് ബേർഡ്സിന് വീടുകളില്ല എന്നുള്ള അല്ലെ, വീടുകൾ ഇല്ല. ഇവാൻ ബോർഡ് ബിഫോർ ദ കിങ് ആൻഡ് സെഡ്, അപ്പൊ ഇവാൻ എന്താക്കി രാജാവിന്റെ അടുത്തേക്ക് പോയി അല്ലെ, കുറച്ചു നേരം കാക്കകളെ കേട്ടതിന് ശേഷം രാജാവിന്റെ അടുത്തേക്ക് പോയി പറഞ്ഞു, ഹോ ലോർഡ്, മാജസ്റ്റി പറയാണ് അല്ലെ, രാജാക്കന്മാരെയൊക്കെ വിളിക്കുമ്പോൾ ഒന്നെങ്കിൽ ഓ മാജസ്റ്റി അല്ലെങ്കിൽ ഓ ലോർഡ് എന്ന് പറയും അല്ലെ. The crows are homeless because your men are cutting down the trees they are living on, എന്താണ് ഈ ക്രോസുകൾക്കൊന്നും നെസ്റ്റ് ഇല്ല, കൂടുകളില്ല, വീടുകളില്ല അല്ലെ. ബിക്കോസ് എന്താ എങ്ങനെയാണ് ഇല്ലാതായത്, നിങ്ങളുടെ ആൾക്കാർ എന്താണ് മരങ്ങളൊക്കെ കട്ട് ചെയ്യാണ് അല്ലെ, മുറിക്കുകയാണ് അല്ലെ, അവർ താമസിച്ചിരുന്ന മരങ്ങളൊക്കെ അവര് എന്താ നിങ്ങൾ ആൾക്കാർ മുറിക്കുകയാണ്. They want your men to stop doing it, അവർക്ക് വേണ്ട എന്താണ് ആ മരങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് ഇല്ലാതാക്കുകയാണ് വേണ്ടത് അല്ലെ, മരങ്ങൾ കട്ട് ചെയ്യരുത്, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട് ഇവര് ഒച്ച ഉണ്ടാക്കുന്നത് പറഞ്ഞില്ലേ. The king ordered his men to stop cutting the trees, അപ്പൊ എന്താക്കി രാജാവ് ഓർഡർ ചെയ്ത് രാജാവിന്റെ ആൾക്കാരോട് ഓർഡർ ചെയ്തു അല്ലെ, മരങ്ങൾ മുറിക്കരുത് എന്ന് പറഞ്ഞിട്ട് അല്ലെ, മരങ്ങൾ മുറിക്കുന്നത് നിർത്താൻ പറഞ്ഞിട്ട്. The crows flew away one after another and disappeared, എന്താക്കി അപ്പൊ ഈ കാക്കകൾ എന്താക്കി പറന്നുപോയി അല്ലെ, ഓരോന്നായി പറന്ന് പിന്നെ ഒറ്റൊന്നുമില്ലാതെ ഒക്കെ ഡിസപ്പിയർ ആയി അല്ലെ, ഒക്കെ പോയി, അങ്ങോട്ട് പോയി. The king got the princess married to Ivan, അപ്പൊ രാജാവ് എന്താക്കി രാജാവിന്റെ മോളെ ഇവാന് കല്യാണം കഴിച്ചു കൊടുത്തു. Thus Ivan became the king, ഇപ്പൊ രാജാവായതാരാ, അപ്പം അതുകൊണ്ട് ഇവാൻ എന്താക്കി രാജാവായി അല്ലെ. He ruled the kingdom wisely, അവൻ എന്താക്കി ഈ രാജ്യം നല്ലതില് ഭരിച്ചു. Birds always warned him about storms and disasters and Ivan took immediate action to save his people. ബേർഡ്സ് എന്താക്കും എപ്പോഴും ഇവനെ എന്താക്കും വാൺ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, ഈ സ്റ്റോംസിനെ കുറിച്ചിട്ടും കൊടുങ്കാറ്റിനെ കുറിച്ചിട്ടും എല്ലാ പ്രകൃതിക്ഷോഭങ്ങളെ കുറിച്ചിട്ടും ഒക്കെ എന്താക്കും ഈ വാൺ ചെയ്യും അല്ലെ. അപ്പൊ എന്താക്കും ഇവാൻ എന്താക്കും ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കും അല്ലെ, അവരുടെ ആൾക്കാരെ രക്ഷിക്കാൻ അവന് പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യും. ലോങ് ലിവ് കിങ് ഇവാൻ, പീപ്പിൾ പ്രൈസ്ഡ് ഹിസ് വിസ്ഡം, അപ്പൊ നിങ്ങൾ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് പറയുന്ന ആൾക്കാരില്ലേ അവന്റെ നല്ല ഭരണത്തില്. വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് വി കട്ട് ഡൗൺ ദ ട്രീസ്, എന്തായിരിക്കും സംഭവിക്കുക നമ്മൾ മരങ്ങൾ മുറിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക, അതിന് ആൻസർ നിങ്ങൾ എഴുതുക കേട്ടോ. എ ന്യൂ സെർവന്റ്, എന്താണ് ഒരു പുതിയ സെർവന്റ്. ഇയേഴ്സ് പാസ്ഡ്, അങ്ങനെ വർഷങ്ങൾ പോയി അല്ലെ. One day an old man came to Ivan's palace, അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഓൾഡ് മാൻ എന്താക്കി ഇവാന്റെ പാലസിലേക്ക് വന്നു അല്ലെ, ഇവാന്റെ കൊട്ടാരത്തിൽ, പാലസ് പറഞ്ഞാൽ കൊട്ടാരം അല്ലെ, കൊട്ടാരത്തിലേക്ക് വന്നു. ഇവാൻ ഓർഡേർഡ് ഹിസ് ഗാർഡ്സ് ടു ബ്രിങ് ഹിം ഇൻസൈഡ്, ഇവാൻ എന്താക്കി അവന്റെ ഗാർഡ്സിനോട് പറഞ്ഞു, അവന്റെ ആൾക്കാരോട് പറഞ്ഞു എന്താ അവനെ അയാളെ എന്താ പാലസിനുള്ളിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അല്ലെ. The old man in shabby clothes appeared before him, എന്താണ് ഓൾഡ് മാൻ എന്താ ഷാബി ക്ലോത്തിൽ, എന്താ ഒരു നരച്ച തുണിയും ഡ്രസ്സാണ് അല്ലെ, അവന്റെ മുന്നിൽ നിന്ന് നിൽക്കുന്നത് അല്ലെ. ഹി വാസ് സോ ടയേർഡ്, എന്താണ് ഭയങ്കര ക്ഷീണിതനായിട്ട് അല്ലെ. ഡിയർ ഓൾഡ് മാൻ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, ഇവാൻ ആസ്ക്ഡ്, അപ്പൊ ഓൾഡ് മാൻ എന്താ വേണ്ടത് നിങ്ങൾക്ക് അല്ലെ, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അല്ലെ. ഓ യുവർ മാജസ്റ്റി, അതാണ് ഓരോ രാജാക്കന്മാരെ വിളിക്കുമ്പോ അല്ലെ. ഓ യുവർ മാജസ്റ്റി, ഐ ലോസ്റ്റ് മൈ വൈഫ് ആൻഡ് ഓൾ മൈ വെൽത്ത്, എന്റെ ഭാര്യനെ എനിക്ക് നഷ്ടപ്പെട്ടു, എന്റെ എല്ലാ വെൽത്തും എനിക്ക് നഷ്ടപ്പെട്ടു അല്ലെ, എന്റെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു. ഐ ഫൈൻഡ് നോ വേ ടു മേക്ക് ലിവിങ്, എന്താണ് എനിക്കൊരു വഴിയുമില്ല, എന്താ ജീവിക്കാൻ ഒരു വഴിയില്ല. ഐ ആം ഓൾഡ് ആൻഡ് കനോട്ട് വർക്ക്, എനിക്ക് വയസ്സായി അല്ലെ, എനിക്ക് വർക്ക് ചെയ്യാനും കഴിയില്ല. ലെറ്റ് മീ സ്റ്റേ ഹിയർ ആൻഡ് സെർവ് യു, ഇന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കണം, ഞാൻ നിങ്ങളെ സെർവ് ചെയ്തോളാം അറിഞ്ഞില്ലേ, നിങ്ങളെ സെർവന്റ് ആയിട്ട് ഇന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കണം എന്ന് അറിഞ്ഞില്ലേ. സെഡ് ദ ഓൾഡ് മാൻ പറഞ്ഞു. ഇവാൻ അപ്പോയിന്റഡ് ഹിം ആസ് ഹിസ് സെർവന്റ്, ഇവാൻ എന്താക്കി അയാൾ അവിടെ അപ്പോയിന്റ് ചെയ്തു അല്ലെ, സെർവന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. ഹൗ വിൽ
the old man serve the king? എങ്ങനെയൊക്കെ old man ഈ രാജാവിനെ സെർവ് ചെയ്യുക? എങ്ങനെയൊക്കും? അടുത്തത് നോക്ക്, the nightingale is back. അങ്ങനെ നൈറ്റിംഗൽ എന്താ? തിരിച്ചു വന്നു അല്ലേ? നൈറ്റിംഗൽ തിരിച്ചു വന്നു. One night Ivan was resting on his royal bed. He looked out of the window. ഒരു രാത്രി എന്താക്കി? ഇവാൻ എന്താക്കി? അയാളെ ബെഡിൽ ഇങ്ങനെ, റോയൽ രാജാവിന്റെ ബെഡിൽ ഇങ്ങനെ കിടക്കി റെസ്റ്റ് ചെയ്യുന്നു അല്ലേ? He looked out of the window. വിൻഡോന്റെ പുറത്തേക്ക് നോക്കി അല്ലേ? A full moon was rising. ഫുൾ മൂൺ റൈസിങ് അല്ലേ? ഫുൾ മൂൺ ആണ്. Little stars were blinking to greet the moon. എന്താണ്? ചെറിയ സ്റ്റാർസുകൾ ഇങ്ങനെ എന്താ മിന്നി തിളങ്ങുന്നുണ്ട് അല്ലെ? ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അല്ലെ? A soft wind carried the fragrance of wild flowers into the room. ഒരു നല്ല കാറ്റ് ഇങ്ങനെ വന്നിട്ട് എന്താണ്? ഈ വൈൽഡ് ഫ്ലവേഴ്സ്, കാട്ടുപൂക്കളെയൊക്കെ നല്ല സ്മെല്ലുകളൊക്കെ റൂമിലേക്ക് ഇങ്ങനെ എത്തുന്നുണ്ട് അല്ലെ? കാറ്റിലൂടെ എത്തുന്നുണ്ട് അല്ലെ? നല്ല മണം അടിക്കുന്നുണ്ട്. From the distant skies Ivan heard the song of a nightingale. അങ്ങനെ ദൂരത്തുനിന്ന്, സ്കൈസിന്റെ ദൂരത്തുനിന്ന് എന്താക്കി? ഇവാൻ എന്താക്കി? ഈ നൈറ്റിംഗലിന്റെ സൗണ്ട് കേട്ടു അല്ലെ? സോങ് കേട്ടു, പാട്ട് കേട്ടു അല്ലെ? ഇറ്റ്സ് മൈ നൈറ്റിംഗൽ, ഇത് എന്റെ നൈറ്റിംഗൽ ആണ്. ഇവാൻ stood up and went to the window അല്ലെ? ഇവാൻ എന്താക്കി? എണീറ്റിട്ട് വിൻഡോന്റെ അടുത്തേക്ക് പോയി. Soon the nightingale came to him and sat on the window sill. അപ്പൊ പെട്ടെന്ന് എന്റെ നൈറ്റിംഗൽ എന്താക്കി? അവന്റെ അടുത്തേക്ക് വന്നു അല്ലെ? എന്നിട്ട് എന്താക്കി? വിൻഡോന്റെ ആ സില്ലിൽ ഇരുന്നു, വിൻഡോയിൽ ഇരുന്നു. They spoke for a long time. അവര് കുറേ നേരം സംസാരിച്ചിരുന്നു അല്ലെ? As you said, I became the king. നീ പറഞ്ഞ മാതിരി എന്താക്കി? ഞാൻ രാജാവായി. But what happened to the merchant? Ivan asked. പക്ഷേ നമ്മളെ മെർച്ചന്റിന് എന്താ സംഭവിച്ചത്? Oh, your majesty, he is in your palace and he is serving you. അവൻ എന്താ? നിങ്ങളുടെ പാലസിലുണ്ട്, നിങ്ങളെ കൊട്ടാരത്തിലുണ്ട് അല്ലെ? അപ്പൊ നിങ്ങളെ സെർവ് ചെയ്യാണ് അവന് പറഞ്ഞില്ലേ അയാള്. Saying this, the nightingale flew away and disappeared into the sky. അങ്ങനെ എന്താ? ഇത് പറഞ്ഞിട്ട്, ഈ നൈറ്റിംഗൽ അത് പറഞ്ഞിട്ട് എന്താക്കി? പറന്നു പോയി അല്ലെ? ആൻഡ് ഡിസപ്പിയർഡ് ഇൻ ദ സ്കൈ. സ്കൈയിലേക്ക് അങ്ങനെ പറന്ന് അപ്രത്യക്ഷയായി അല്ലെ? ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാവുക. യുവർ മേജസ്റ്റി, സപ്പർ ഈസ് റെഡി. അപ്പം എന്താ? മേജസ്റ്റി അല്ലെ? രാജാവേ, എന്താ? സപ്പർ റെഡിയായി, രാത്രി ഭക്ഷണം റെഡിയായി എന്ന് പറഞ്ഞില്ലേ? ഇവാൻ ലുക്ക്ഡ് അറ്റ് ദ ഓൾഡ് സെർവന്റ് അറ്റ് ഹിസ് ഡോർ. അപ്പൊ എന്താക്കി? ഇവാൻ എന്താക്കി? ആ ഓൾഡ് സെർവന്റിന് ഇങ്ങനെ ഡോറിൽ അടുത്തേക്ക് ഇങ്ങനെ നോക്കി അല്ലെ? He could not believe his eyes. അവൻക്ക് അവന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. It was his old master. അത് ആരായിരുന്നു? അയാളുടെ ഓൾഡ് യജമാനായിരുന്നു അല്ലെ? മറ്റേ മർച്ചന്റ് ആയിരുന്നു അല്ലെ? ഇയാളെ ഇവാൻ അവിടെ ആയിരുന്നല്ലോ എന്തായിരുന്നത്? സെർവന്റ് ആയി നിന്നിരുന്നത്. അപ്പൊ അവിടുത്തെ ആ മർച്ചന്റ് ആയിരുന്നു ഇവിടെ ഇപ്പം ഇയാൾ ജോലി ചോദിച്ചു ഇവിടെ വന്ന് ഇപ്പൊ ഈ രാജാവിനെ സെർവ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നൈറ്റിംഗൽ പറഞ്ഞ പോലെ തന്നെ ഇവാന് കിങ്ങുമായി, ആ മെർച്ചന്റ് എന്തായി? സെർവന്റുമായി അല്ലെ? ഡിഡ് ഇവാൻ റെക്കഗ്നൈസ് ഹിസ് ഓൾഡ് മാസ്റ്റർ? ഇവാന് മനസ്സിലായോ? അവന്റെ ഓൾഡ് മാസ്റ്ററിനെ ഇവാന് മനസ്സിലായോ? തിരിച്ചറിഞ്ഞോ? റെക്കഗ്നൈസറിനെ തിരിച്ചറിഞ്ഞോ എന്നിട്ടോ? വാട്ട് വുഡ് ഇവാൻ സേ ടു ഹിസ് ഓൾഡ് മാസ്റ്റർ? എന്തായിരിക്കും ഇവാന് ഈ ഓൾഡ് മാസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ടാവുക? ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. അപ്പൊ എന്താണ്? ഈ ഭാഗം നിങ്ങൾ നന്നായി വായിക്കുക കേട്ടോ. ഇതിന്റെ മീനിങ് ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ എന്നാല്.